dear friends, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അമ്മു. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന രുചികരമായിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ ആണ് കേട്ടോ. ബട്ടർ ചിക്കൻ വീട്ടിൽ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഇപ്പോൾ ഞാനൊരു 2 ചെറിയ സൈസിലുള്ള ഒനിയൻ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 മുഴുത്ത തക്കാളിയാണ്. 2 അല്ലെങ്കിൽ 3 എടുക്കാം, കാരണം തക്കാളിയുടെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത് ബട്ടർ ചിക്കനിൽ. അപ്പോൾ ഞാൻ മുഴുത്ത ഒരു 3 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിപ്പോൾ ഞാനൊരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ മുഴുവൻ 2 സ്പൂൺ എടുക്കുന്നത്. അതിലിപ്പോൾ 1 സ്പൂണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. പിന്നെ വേണ്ടത് കട്ടിയായിട്ടുള്ള തൈരാണ്. അതിപ്പോൾ ഒരു വലിയ ടീസ്പൂണ് കട്ട തൈരാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചു. മസാല നന്നായിട്ട് പിടിക്കുന്നവരെ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മസാല എല്ലാം തേച്ചു, അരമണിക്കൂറായി. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂണ് ഓയിലാണ് ഒഴിച്ചത്. ഇനി ഒരല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് മണമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂണ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ചിക്കൻ വറുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കനായിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ ഞാൻ ചിക്കൻ എല്ലാം അതിലിട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല. ബട്ടറിൽ തന്നെ വറുത്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഫുള്ളും നമ്മൾ ബട്ടറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം. ഒരല്പം ഓയിൽ കൂടെ ചേർത്തപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഫ്രൈ ആയി വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവേ. കണ്ടോ, ഇപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വരുന്നതുണ്ടോ. അപ്പോൾ ആ ഒരു ബട്ടറും കൂടെ ഇട്ടപ്പോൾ നല്ലൊരു മണമാണ്. ഈ ബട്ടറിൻ്റെ ആ ടേസ്റ്റ് എല്ലാം നമ്മുടെ ചിക്കനകത്ത് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, ഇത് ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ ബട്ടറിൽ തന്നെയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ചിക്കൻ മുഴുവനായിട്ട് ഞാനിതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തു മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റാം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചിക്കൻ എല്ലാം വറുത്ത് കോരി. ഇനി അതേ പാനിലേക്ക് 2 സ്പൂണ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നു. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടറും കൂടെ ഈ ഓയിലും കൂടെ ഒന്ന് മിക്സായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു ബട്ടറിൻ്റെ മണമാണ്. ഇപ്പോൾ ഈ ബട്ടറിൽ നമ്മൾ ഈ ഒനിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ള മണമുണ്ടല്ലോ, ബിരിയാണിക്കൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു മണം വരത്തില്ലേ, അതുപോലൊരു മണം വരും ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ തന്നെ. നമുക്കിതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ വറ്റൽമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സവാള ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. അതുപോലെ നമ്മുടെ ഈ മസാലയിലൊക്കെ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. ഇനി ഇതൊന്നെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 10 കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാക്കിയിരുന്ന കുറച്ച് ബട്ടർ ഞാൻ ചിക്കൻ വറുത്തിൽ ബാക്കിയിരുന്നായിരുന്നേ, അതുകൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ, അതുകൊണ്ടാണ് നല്ലൊരു കളർ കിട്ടിയത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മസാല മുഴുവനായിട്ട് തണുത്തു. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇത് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊരു നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് നമുക്ക് 1 സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ 2 സ്പൂണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ കിടന്ന് നമ്മുടെ കാശ്മീരി മുളക് പൊടി നല്ല ഒരു മണമാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടി മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, ഇപ്പോൾ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്തില്ലേ, അതെല്ലാം കൂടി നമ്മുടെ ഈ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു. നല്ലൊരു കളറും നല്ലൊരു മണമാണ്. ബട്ടറിൻ്റെ നല്ലൊരു മണം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തു മിക്സിയുടെ ജാറ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയമാകുമ്പോൾ എപ്പോഴാണെങ്കിലും തിള വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുള്ളൂ. നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയുടെ മണമെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയും അതുപോലെ നമ്മൾ ചേർത്ത മസാല എല്ലാം മിക്സായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നമ്മുടെ ഈ മസാല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ഈ ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് എല്ലാം നമ്മുടെ ചിക്കനിലും മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങണം. ഇനിയിപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ 10 മിനിറ്റായി ഞാൻ അടപ്പും തുറന്ന് നോക്കി. നന്നായിട്ട് തിളച്ച് നല്ലൊരു മണമാണ് ബട്ടറിൻ്റെ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കസ്തൂരി മേത്തി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരല്പം കസ്തൂരി മേത്തി പിന്നെ കൊറിയാണ്ടർ ലീഫ്. ഈ കസ്തൂരി മേത്തി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം കസ്തൂരി മേത്തിയുടെയൊക്കെ മണം നമ്മുടെ ഈ ചിക്കനിലേക്കൊക്കെ ഇറങ്ങണ്ടേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു മറ്റൊരു ഡിഷിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരല്പം ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബട്ടർ ചിക്കനിൽ. ഇനിയിപ്പോൾ നമുക്ക് ഒരല്പം കൊറിയാണ്ടർ ലീഫും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടോളൂ എത്ര പെട്ടെന്നാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മളൊരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ മനോഹരമായ മറ്റൊരു റെസിപ്പിയുമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് അമ്മൂസ് കിച്ചൻ.